സ്കൂളിൽ സ്വിമ്മിംഗ് പൂൾ വൃത്തിയാക്കുന്ന ഡ്യൂട്ടിക്കിടെ മിങ്ഷെങ് അവളുടെ അടുത്തോട്ട് വരുന്നു. കയ്യിലൊരു ഫയലൊക്കെ ആയിട്ടാണ് അവൻ വരുന്നത്. അവൻ പറയുന്നത് ബിയുവിന്റെ മെഡിക്കൽ റിപ്പോർട്ട്സ് ആണ് അതിനുള്ളിലെന്നാണ്. ഇത് കേട്ടതും എങ്ങനെയെങ്കിലും ഇത് വാങ്ങിക്കണമെന്നായി അവൾക്ക്. അവന്റെ കയ്യിൽ നിന്ന് ആ ഫയലുകൾ സ്വിമ്മിംഗ് പൂളിലോട്ട് വീണപ്പോൾ അത് എടുക്കാൻ വേണ്ടിയിട്ട് അവൾ സ്വിമ്മിംഗ് പൂളിലടക്കം എടുത്ത് ചാടുന്നു. അവൾക്ക് നീന്താൻ പോലും അറിയില്ല, എന്നിട്ട് അവൾ എടുത്ത് ചാടുന്നു. ഇത് കണ്ട് മിങ്ഷെങ് അവളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പൂളിലോട്ട് എടുത്ത് ചാടുന്നു. അവൾ ആ ഫയൽ എടുത്ത് നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒന്നുമില്ല, ബ്ലാങ്ക് പേപ്പർ മാത്രമേ ഉള്ളൂ. മിങ്ഷെങ് ഇത് കാണിച്ച് അവളൊന്ന് കളിപ്പിക്കാൻ നോക്കിയതാ. പക്ഷെ അവൾ ഇതിന് വേണ്ടിയിട്ട് ഒരു സ്വിമ്മിംഗ് പൂളിൽ എടുത്ത് ചാടുമെന്ന് അവനൊരിക്കലും പ്രതീക്ഷിച്ചില്ല. മോമോ മിങ്ഷെങ്ങിനോട് ഇനി കൂടുതൽ അവളെ ഉപദ്രവിക്കരുതെന്ന് പറയുന്നു. കാരണം അവൾ ഓൾറെഡി ഒരുപാട് ബുദ്ധിമുട്ടി കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ഇൻസിഡന്റ് കണ്ടിട്ട് മിങ്ഷെങ്ങിനും ശേഷങ്കിനോട് ഒരു സിമ്പതിയൊക്കെ തോന്നി തുടങ്ങി. അവൾ ആ ഹോസ്പിറ്റലിൽ പല പല ഡോക്ടേഴ്സിനോടും നഴ്സിനോടും ഒക്കെ സ്വന്തം ചേച്ചിയെക്കുറിച്ച് ചോദിക്കുന്നു. അവരെല്ലാവരും പറയുന്നത് കഴിഞ്ഞ കൊല്ലം അപ്പൻഡിക്സ് കാരണം ഒരാളും അവിടെ മരിച്ചിട്ടില്ല. ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ അവൾ മിങ്ഷെങ്ങിനെ കാണുന്നു. അവൾ അവനോട് റിക്വസ്റ്റ് ചെയ്യാണ് ബെയ്യുടെ മെഡിക്കൽ റിപ്പോർട്ട്സ് എങ്ങനെയെങ്കിലും എടുക്കാൻ വേണ്ടിയിട്ട്. കാരണം അവൻ്റെ അച്ഛൻ്റെ ഹോസ്പിറ്റലായതുകൊണ്ട് അവന് അത് ചെയ്യാൻ എളുപ്പമായിരിക്കും. അവൻ അച്ഛൻ്റെ അടുത്ത് ഫോം ഫില്ല് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അച്ഛൻ എന്ത് ചെയ്യും? ആർട്സ് കട്ട് ചെയ്തിട്ട് സയൻസിൽ ടിക്ക് കൊടുക്കും. അച്ഛൻ അവനോട് പറയുകയാണ്, നീ എന്നോടുള്ള വാശി തീർക്കാൻ വേണ്ടി സ്വന്തം ജീവിതം വെച്ച് കളിക്കുക. പക്ഷേ അവൻ്റെ അച്ഛൻ അവനെ കൺട്രോൾ ചെയ്യുന്നത് ഒട്ടും ഇഷ്ടമല്ല. അവൻ ദേഷ്യത്തിൽ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു. അവിടെ ശേഷങ്കു അവളുടെ അമ്മനെ ശ്രദ്ധിക്കുകയാണ്. അമ്മ ഒരു ഡ്രോയർ ലോക്ക് ചെയ്യുന്നത് ശേഷങ്കു ശ്രദ്ധിച്ചു. അവൾ ജിന്നുവിനോട് ഇക്കാര്യത്തെക്കുറിച്ച് സംസാരിക്കുകയാണ്. അതുപോലെ ഹോസ്പിറ്റലിലുണ്ടായ സംഭവങ്ങളും എല്ലാം ജിന്നുവിനോട് പറയുകയാണ്. അവൻ ഒരു കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ, വീട്ടിലെ വലിയവർ ഇത് ഒളിപ്പിച്ചു വെക്കുന്നുണ്ടെങ്കിൽ എന്തായാലും എന്തെങ്കിലും കാരണം കാണും. ചില സത്യങ്ങൾ മൂടിയിരിക്കുന്നത് തന്നെയാണ് നല്ലത്. പക്ഷെ ശേഷങ്കു ഇതിൽ നിന്ന് പുറകോട്ട് ഒരടി പോകാനായിട്ട് അവൾ ഉദ്ദേശിക്കുന്നില്ല. അവളുടെ അഭിപ്രായത്തിൽ സത്യം എത്ര കയ്പുള്ളതാണെങ്കിലും അത് അറിഞ്ഞിരിക്കണമെന്നാണ്. സ്കൂളിൽ വെക്കേഷൻ ആയപ്പോൾ അവരവരെ നാട്ടിലോട്ട് പോവുകയാണ്. അവരച്ഛമ്മയുടെയും അച്ഛൻ്റെയും അടുത്ത്. അവിടെ അച്ഛമ്മയുടെയും അച്ഛൻ്റെയും കൂടെ വല്യച്ഛനെയും, അതായത് അച്ഛൻ്റെ ചേട്ടനെയും നമുക്ക് കാണാം. മിങ്ഷെങ്ങിന്റെ ഫ്രണ്ട്സ് ബെയ്യുവിന്റെ ഫോട്ടോ നോക്കിയിട്ട് സംസാരിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഇവൾ ഒരിക്കലും എന്റെ ഫ്രണ്ടിന്റെ ഗേൾ ഫ്രണ്ട് ആയിരുന്നു, അടിപൊളിയായിരുന്നു, ശേഷങ്കിലും ഇവളെ പോലെ തന്നെ ആയിരിക്കും എന്ന് പറയുന്നു. കളിയാക്കിക്കൊണ്ടാണ് കേട്ടോ പറയുന്നത്. കണ്ടിട്ട് മിങ്ഷെങ്ങിന് അത്ര ഇഷ്ടപ്പെട്ടില്ല. അവിടെ ശേഷങ്കു നാട്ടില് അയൽവക്കക്കാരോടൊക്കെ ചോദിക്കുകയാണ് ബെയ്യു എങ്ങനെയായിരുന്നു എന്ന്. അവർ പറയാണ്, അച്ഛമ്മയുടെ അച്ഛൻ്റെ കൂടെയാണ് അവൾ താമസിച്ചിരുന്നത്. അവളുടെ അച്ഛനമ്മയും വല്ലപ്പോഴുമാണ് അവളെ ഒന്ന് കാണാൻ വരുന്നിരുന്നത്. അവൾ ഈ ഗ്രാമത്തിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ കേൾക്കുന്ന ഒരു കുട്ടിയൊന്നും ആയിരുന്നില്ല. അവൾക്ക് ഡാൻസ് കളിക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. അവൾ അടിപൊളിയായിട്ട് ഡാൻസും കളിക്കുമായിരുന്നു. കൂടെ ഡാൻസ് അവൾക്കൊരു പാഷനായിരുന്നു. ഒരു പോപ്പുലർ ആയിട്ടുള്ള ഒരു ഡാൻസ് അക്കാദമിയിലോട്ടും അവൾക്ക് അഡ്മിഷൻ കിട്ടിയതായിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ അവൾ ആ അക്കാദമിയിലല്ല, വേറൊരു അക്കാദമി, അതിനേക്കാളും അത്ര പോപ്പുലർ അല്ലാത്തൊരു അക്കാദമിയിലാണ് അവൾ ചേർന്നത്. അതേപോലെ അവളുടെ കയ്യിൽ എന്തെങ്കിലും നല്ല സാധനങ്ങൾ കിട്ടിയാൽ അവൾ ശേഷങ്കുവിന് വേണ്ടി എടുത്തു വെക്കുമായിരുന്നു. ഇതൊക്കെ കേട്ടിട്ട് ചേച്ചിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അവളുടെ മനസ്സിൽ മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ മിങ്ഷെങ് അവന്റെ അച്ഛന്റെ സിഗ്നേച്ചർ ഫ്രണ്ട്സിനെ കൊണ്ട് ഡ്യൂപ്ലിക്കേറ്റ് ഇടിയിക്കാൻ നോക്കുകയായിരുന്നു. അവൻ അതിടിച്ച് സ്കൂളിലോട്ട് അവൻ കൊണ്ടുപോവുകയാണ്. പക്ഷെ അവിടെ എത്തുമ്പോൾ അവൻ സ്വയം തോന്നുകയാണ്, ഞാൻ ശരിക്കും എന്റെ സ്ട്രീം വേറെ എടുത്ത് എന്റെ ഭാവിയെ ഇല്ലാണ്ടാക്കാൻ നോക്കുകയാണോ? അവൻ സ്ട്രീം മാറ്റി സയൻസ് തന്നെ എടുക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നു. കുറച്ചു നേരം അത് നോക്കി നിന്നു. അവിടെ ഗ്രാമത്തിൽ ശിവശങ്കുവിന്റെ വേറൊരു അങ്കിളും അതിന്റെ ഭാര്യയും ഇവരെ കാണാൻ വന്നിരിക്കുകയാണ്. ഈ ആന്റിക്ക് ശരിക്കും ഒട്ടും വയ്യ, മാനസികമായിട്ട് പ്രശ്നങ്ങളുള്ള ആളാണ്. ഇവർ ശിവശങ്കുവിനെ കാണുമ്പോൾ ബെയ്യു ആണെന്ന് വിചാരിച്ച് ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നു. ഇവർക്ക് സ്വന്തം കുട്ടി മരിച്ചപ്പോൾ മുതലാണ് ഇവർക്ക് മാനസികമായി വയ്യാതെയായത്. ബെയ്യു ഈ ആന്റിയുടെ അടുത്ത് ഭയങ്കര ക്ലോസ് ആയിരുന്നു. പിറ്റേ ദിവസം അവൾക്കൊരു ബുക്ക് കിട്ടുന്നു. അതിൻ്റെ ഉള്ളിൽ ബെയ്യു എഴുതിയ കുറച്ച് കാര്യങ്ങളും കാണുന്നു. സ്നേഹത്തെക്കുറിച്ചാണ് അവൾ എഴുതി വെച്ചിരിക്കുന്നത്. അവിടെ വെച്ച് അവൾ മാ മിങ്കയെ കാണുന്നു, അവളുടെ ഫ്രണ്ട്. അവിടെ അവൾ പറയാണ്, നിനക്ക് ഞാൻ ഒരുപാട് കത്തുകളെല്ലാം എഴുതിയിരുന്നു, നീ ഒരു മറുപടി കത്തും തിരിച്ചു വന്നില്ലല്ലോ. അപ്പൊ അവൻ പറയാണ്, എനിക്കൊരു കത്ത് കിട്ടിയില്ലല്ലോ എന്ന്. എന്തായാലും അവൻ അവളെ കൂടെ ഇരുന്ന് പഠിക്കാൻ വേണ്ടി ക്ഷണിച്ചിരിക്കുകയാണ്. നമുക്ക് ഒരുമിച്ചിരുന്ന് എന്തായാലും ഈ വെക്കേഷനെ പഠിക്കാമെന്ന്. അവൾ അവനോട് താങ്ക് യു പറയാണ്, നീ എൻ്റെ ചേച്ചിയുടെ കാരണങ്ങൾ കൊണ്ട് എന്നെ അവോയ്ഡ് ചെയ്തില്ലല്ലോ എന്ന്. അപ്പം അവൻ പറയുന്നു, എന്തിനു ഞാൻ നിന്നെ അവോയ്ഡ് ചെയ്യണം? ബെയ്യു ആണ്, നീയാണ്. നീ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിവുള്ള പെൺകുട്ടിയാണ്. ഇവിടെ മിങ്ഷെങ് ബാസ്കറ്റ്ബോൾ കളിച്ച് ബെഞ്ചിലിരിക്കുമ്പോൾ ഷാഷിങ്കുവിന്റെ മെസ്സേജ് വരും. നീ മാ മിങ്കയുടെ ലെറ്റേഴ്സ് എന്തിനാ എടുത്തത്? ഞാൻ ക്ലാസ് മോണിറ്ററിനോട് ചോദിച്ചു. നീയാണ് ലെറ്റേഴ്സ് എടുക്കുന്നതിന്റെ ഇൻചാർജ് എന്ന് പറഞ്ഞു. നീ എനിക്കൊരു സഹായം ചെയ്യണം. എനിക്ക് ബെയ്യുവിന്റെ മെഡിക്കൽ റിപ്പോർട്ട്സ് വേണം. ഞാൻ റിലീസ് ഫോമും ഫില്ലപ്പ് ചെയ്തു. മിങ്ഷെങ് മെസ്സേജ് വായിച്ച് ചിരിക്കുന്നത് കണ്ടപ്പോൾ ഇവൻ എന്താ പറ്റിയതെന്ന് പറഞ്ഞ് അവന്റെ ഫ്രണ്ട്സ് അവനെ നോക്കുകയാണ്. വീട്ടിലൊരു ആള് വരുന്നു. അത് ഹെൽത്ത് കെയർ വർക്കർ ആണ്. അവളുടെ അങ്കിൾ പറഞ്ഞിട്ട് ആന്റിയുടെ ചെക്കപ്പ് ചെയ്യാൻ വന്നതാണ്. അവസരം കിട്ടിയപ്പോൾ ഷിങ്യു അവരോട് ചേച്ചിയുടെ മരണത്തെക്കുറിച്ച് ചോദിക്കുകയാണ്. അവർക്ക് ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ല. പക്ഷേ ഒരു കാര്യം അറിയാമായിരുന്നു, വിന്റർ വെക്കേഷന്റെ സമയത്ത് ബെയ്യുവിന്റെ അബോർഷൻ നടന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനെക്കുറിച്ച് അവർക്ക് യാതൊരു ഐഡിയയും ഇല്ലായിരുന്നു. മിങ്ഷെങ്ങിനെ അച്ഛൻ ഹോസ്പിറ്റലിലേക്ക് വിളിപ്പിക്കുന്നു. ലഞ്ച് കഴിക്കാൻ പുറത്തു പോകാൻ വേണ്ടിയിട്ടാണ്. അച്ഛന്റെ സർജറി ക്യാൻസൽ ആയി. അപ്പോ സമയമുണ്ട്.
അച്ഛൻ അവന് ബാസ്കറ്റ്ബോൾ മാച്ചിന്റെ ടിക്കറ്റ് കൊടുത്തു. അപ്പോ അവന് മനസ്സിലായി അച്ഛന് ഒരു മാറ്റവും വന്നിട്ടില്ലാന്ന്. അച്ഛനെ കുറിച്ച് മാത്രമാണ് ചിന്ത. അവൻ ഒന്നും പറയാതെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. അവന്റെ അച്ഛൻ ഫാമിലിക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യില്ലായിരുന്നു. എപ്പോഴും സർജറിയിൽ ബിസി ആയിരിക്കും. അതുകൊണ്ട് അവന്റെ അമ്മ വീട് വിട്ട് ഇറങ്ങി പോകുന്നു. അവനെ മരം കയറാൻ അമ്മയാണ് പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ മരത്തിൽ കയറിയിരുന്ന അവനൊരു ശാന്തിയും സമാധാനം ലഭിക്കും. അവിടെ ഷോഷങ്ക്യു മിൻഷങ് അയച്ച റിപ്പോർട്ട് നോക്കുകയാണ്. ബേയുവിന്റെ HIV പോസിറ്റീവ് റെക്കോർഡ് ശരിയാണ്. അവളുടെ അച്ഛനും അമ്മയും ചേട്ടനെ കൃഷിയിൽ സഹായിച്ച് വീട്ടിൽ തിരിച്ചെത്തും. അപ്പോ അവർക്ക് മനസ്സിലാവുന്നു ഷോഷങ്ക്യു ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ല. അമ്മ അവളെ വഴക്ക് പറയും. പെൺകുട്ടികൾ ഇത്രയും നേരം വൈകി വരാൻ പാടില്ല. അവൾ ലൈബ്രറിയിൽ പോയി എന്ന് പറയും. എന്നിട്ട് അവൾ ജിന്നുവിനോട് പറയും, ബേയുവിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞ റൂമേഴ്സ് എല്ലാം ശരിയാണ്. ബേയുവിന്റെ മിസ്കാരേജ് ആയ കാര്യവും അവൾ പറയുന്നു. ആ ചിക്കൻ ആരാണെന്ന് ഞാൻ കണ്ടുപിടിക്കും. ചിലപ്പോ അവളുടെ മരണത്തിന്റെ കാരണക്കാരൻ അവനാണെങ്കിലും. മിൻഷിങ്ങിന്റെ അച്ഛൻ ബാസ്കറ്റ്ബോളിന്റെ ടിക്കറ്റ് അവന് കൊടുക്കാൻ പറഞ്ഞ് മുമ്മുവിന്റെ കയ്യിൽ കൊടുക്കുന്നു. പക്ഷെ ഇത് കൊടുക്കുമ്പോൾ അച്ഛനാണ് തന്നതെന്ന് അവന് മനസ്സിലാകുന്നു. അവൻ അത് തിരിച്ചു കൊടുക്കുന്നു. അപ്പോ അവൾക്ക് പറയേണ്ടി വരും, നീ നിന്റെ അച്ഛനെ അപ്പൂപ്പന്റെ മരണത്തിന്റെ കാരണക്കാരനായി കാണും. പക്ഷേ അങ്ങനെയല്ല. നിന്റെ അപ്പൂപ്പൻ മുമ്പേ തന്നെ വയ്യായിരുന്നു. വെന്റിലേറ്ററിന്റെ സഹായത്തിലാണ് ശ്വാസം എടുത്തിരുന്നത്. അവൾ മാ മിങ്കയെ കാണാൻ വന്നിരിക്കുകയാണ്. അവർ കമ്പൈൻ സ്റ്റഡിക്കാണ് വന്നത്. പക്ഷേ അവിടെ വെച്ച് അവരെ അവളുടെ അമ്മ കണ്ടു. അവളെ തിരിച്ചു കൊണ്ടുവരുന്നു. നീ ലൈബ്രറിയിൽ പോകാനിരുന്നതല്ലേ? ഇന്നലെ രാത്രിയിലും നീ ആ ചെക്കന്റെ കൂടെ ആയിരുന്നു. ഞാൻ ലൈബ്രറിയിലെ സ്റ്റാഫിനോട് ചോദിച്ചു. അവര് പറഞ്ഞത് നീ ഇന്നലെ അവിടെ ചെന്നിട്ടില്ല എന്നാണ്. മാങ് മിങ്കായ് എന്റെ ക്ലാസ്മേറ്റ് ആണ്. ഞങ്ങൾക്കിടയിൽ അമ്മ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല. അവിടെ അമ്മ ഒന്നു നിന്നു. പക്ഷെ വിശ്വാസമില്ല. കാരണം ബേയുവും ഇങ്ങനെ തന്നെയാണ് പറഞ്ഞിരുന്നത്.